എങ്ങനെയുണ്ട് പടം ഫാന്റസി മൂവിയാണ്. പിന്നെ നമുക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാം നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ മേക്കിങ്ങും എല്ലാം വന്നിട്ടുണ്ട് പടത്തിൽ. ലാലേട്ടൻ്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? അതൊരു നല്ല എന്താണ് എക്സ്പീരിയൻസ്. പുള്ളി ഒരു ഫാൻസ് മേക്കിങ്ങിന് കൊടുക്കാൻ ഫാമിലീസിനും കുട്ടികൾക്കും വേണ്ടിയാണ് മലയാളത്തിൽ ഇങ്ങനത്തെ പടം ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മൂവി ഫാന്റസി മൂവി. മൂഡോ എന്നുള്ള ക്യാരക്ടർ നല്ല രീതിയിൽ മേക്ക് ചെയ്യേണ്ട നല്ല ക്യാരക്ടറാണ്. കുട്ടികൾക്കൊക്കെ പറ്റിയ ആ ഒരു ഇതിൽ കാണുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഞാനൊക്കെ ഇതിൽ കാണുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ എഫക്റ്റിംഗ് ആയിരിക്കും. കുട്ടികൾക്കല്ല മൊത്തം നല്ല മൂവി എങ്ങനെയുണ്ട്? ലാലേട്ടൻ്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു പടം കുഴപ്പമില്ല. പക്ഷേ നമ്മളെ അത്ര ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല. പക്ഷേ 3D സൂപ്പറാണ്. നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു കുട്ടികളുടെ നിലവാരത്തിലുള്ളൊരു പടമാണ്. ഡയറക്ഷൻ കണ്ടിരിക്കാൻ നമ്മൾ പടം ഓവറോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു എൻഗേജിംഗ് ആയിട്ട് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ. സ്പീഡായിട്ട് നമുക്ക് ഭയങ്കര സ്ലോ പേസിലാണ് പടം പോകുന്നത്. അങ്ങനെ തോന്നും. പക്ഷേ വിഷ്വലൊക്കെ തിയേറ്റർ കാണാൻ ഫസ്റ്റ് തിയേറ്റർ കാണണം. നമ്മൾ പടം തിയേറ്റർ കാണേണ്ട മുതലുണ്ട്. പക്ഷേ എന്താണ് നമ്മളൊരു വലിയൊരു ഫാസ്റ്റ് മൂവി ആയിട്ട് പ്രതീക്ഷിച്ച് വരെയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു ഫാമിലി മൂവിയാണല്ലേ? ഒരു കുട്ടികളുടെ മൂവി എന്ന രീതിക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കുട്ടികളുടെ പടമാണ്. പിന്നെ മേക്കിംഗ് അടിപൊളിയാണ്. കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു ഫാമിലി മൂവിയാണോ? അദ്ദേഹം ഈ സിനിമ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇത് മാറട്ടെ. എല്ലാവരും ക്രിസ്മസ് ദിനത്തിൽ ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം. ഒരിക്കലും ഇതൊരു മാസ് സിനിമയല്ല, ഇത് ഫുള്ള് ഫാൻറ്റസി കളർഫുൾ സിനിമയാണ്. ഇത് 3D ഒക്കെ നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. നമുക്ക് ഒരിക്കലും ബോറടിപ്പിക്കില്ല. എല്ലാവരും കുടുംബമൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ സന്തോഷിക്കാം. അതുപോലെ തന്നെ എൻ്റെ ക്യാമറ വർക്ക്, എഡിറ്റിങ്, മ്യൂസിക് എല്ലാം എടുത്തു പറയേണ്ടതാണ്. എഡിലെ സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. ഒരിക്കലും നമുക്കൊരു മോശം അഭിപ്രായ സിനിമയ്ക്കില്ല. അടിപൊളിയായിട്ട് ഇത് ഹിറ്റാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ലാലേട്ടൻ സ്വപ്നം കണ്ടിട്ട് കഥ എഴുതിയതാണോ എന്നൊരു ഡൗട്ടുണ്ട്. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു പറഞ്ഞ ഒരു വേർഡിനോട് അവരെന്തായാലും നീതി വളർത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു പഴയകാല ഒരു നാടോടി കഥ, ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ്. ഒരു ഫാൻറ്റസി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് ഇതിനകത്ത് വളരെ സ്ലോ പേസിലാണ് സിനിമ പോകുന്നത്. അത് സിനിമയ്ക്കൊരു നെഗറ്റീവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ 3D ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ വശം അറിയുന്നവർ പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ ഇതിനകത്ത് ഫാസ്റ്റ് കട്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ അങ്ങനെ ജംപ് സ്കെയറോ പേടിപ്പിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കോ അങ്ങനത്തെ പരിപാടിയുണ്ട്. എനിക്ക് കംപ്ലീറ്റ് കുട്ടികളെ മനസ്സിൽ കണ്ടിട്ടുണ്ടാക്കിയ ഒരു മൂവിയാണ്. ഒരു ക്ലൈമാക്സിൽ ഒരു നല്ലൊരു മോറൽ മെസ്സേജ് കൂടി എൻഡ് ചെയ്യുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു മൂവിയായിട്ടാണ് തോന്നിയത്. ഇത് എല്ലാവർക്കും ഫാമിലി കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. യൂത്തിന് എത്രത്തോളം കണക്ട് ആവുമെന്ന് അറിയില്ല. എന്തായാലും ഒരു കുട്ടികളുടെ മനസ്സിലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു